ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നാണ് ബാലൻ ഡി ഓർ. ഏതൊരു ഫുട്ബോൾ താരവും നേടാൻ കൊതിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നുമാണ് ബാലൻ ഡി ഓർ. ഇപ്പോഴത്തെ ഈ തവണത്തെ ബാലൻ ഡി ഓർ നേടാനുള്ള ലിസ്റ്റിൽ മുൻപന്തിയിലെത്തിയിരിക്കുന്ന താരമാണ് ബ്രസീലിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെയും മുന്നേറ്റ നിര താരമായ വിനീഷ്യസ് ജൂനിയർ. ചിലപ്പോൾ ഈ തവണ നേടാൻ സാധ്യതയുള്ള താരം കൂടിയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ ഇതിഹാസ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് വരും കാലഘട്ടങ്ങളിൽ ബാലൻ ഡി ഓർ നേടാൻ സാധ്യതയുള്ള താരങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: വരും കാലഘട്ടങ്ങളിൽ കിലിയൻ എംബാപ്പെ ബാലൻ ഡി ഓർ നേടാൻ വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരമാണ്. കിലിയൻ എംബാപ്പെ മാത്രമല്ല, എർലിംഗ് ഹാലൻഡും ബാലൻ ഡി ഓർ നേടാൻ വളരെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു താരമാണ്. ഇവരല്ലാതെ മറ്റൊരു താരത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് ജൂഡ് ബെല്ലിംഗ്ഹാം ആയിരുന്നു. റൊണാൾഡോയെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരുന്ന റിയോ ഫെർഡിനാൻഡ് ഉടൻ തന്നെ ഒരു ചോദ്യം ചോദിച്ചു: ബ്രസീലിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെയും താരമായ വിനീഷ്യസ് ജൂനിയറിന് ബാലൻ ഡി ഓർ നേടാൻ സാധിക്കില്ലേ എന്ന്. അതിന് മറുപടിയായി റൊണാൾഡോ പറഞ്ഞത് ലാമിനെ യമാൽ എന്ന സ്പെയിൻ്റെ താരത്തിനും ബാലൻ ഡി ഓർ നേടാൻ സാധ്യതയുണ്ടെന്നാണ്. വിനീഷ്യസ് ജൂനിയറിന് നേടാൻ സാധിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കില്ലേ എന്ന് റൊണാൾഡോ പറഞ്ഞില്ല. ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ പോലും വിനീഷ്യസ് ജൂനിയർ എന്ന താരത്തിൻ്റെ പേര് റൊണാൾഡോ ഉച്ചരിച്ചില്ല. ഒരുപക്ഷെ ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന വിനീഷ്യസ് ജൂനിയറിനെ മനഃപൂർവ്വം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒഴിവാക്കിയതായിരിക്കണം. കാരണം 35 മത്സരങ്ങളാണ് ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വെറും 5 ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. ഇതുവരെയും ബ്രസീൽ നാഷണൽ ടീമിൻ്റെ കൂടെ ഒരു ട്രോഫി പോലും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല.